മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഇടമാണ് വഴിക്കടവ് വെള്ളക്കട്ട. എന്നാൽ അനന്തുവിന് ഷോക്കേറ്റത് കൃഷിഭൂമിയിൽ വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ സ്ഥാപിക്കുന്ന ഇലക്ട്രിക് ഫെൻസിംഗിൽ നിന്നല്ല, മറിച്ച് ഇറച്ചിക്കായി പന്നിയെ വേട്ടയാടാൻ സ്ഥാപിച്ച കെണിയിൽ നിന്നാണ്. പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ ഈ പ്രദേശങ്ങളിൽ പന്നിവേട്ട വ്യാപകമാണെന്ന് നാട്ടുകാർ പറയുന്നു. അനന്തുവിന്റെ ജീവനെടുത്തതുപോലെയുള്ള വൈദ്യുതി കെണികൾ പ്രദേശത്ത് വ്യാപകമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ലൈനുകളിൽ മുളവടി ഉപയോഗിച്ച് നീളത്തിൽ ഇരുമ്പ് കമ്പി വലിച്ചാണ് കെണിയൊരുക്കുന്നത്. സമാനമായ രീതിയിൽ കമ്പി ഉപയോഗിച്ച് വൈദ്യുതി ലൈനിൽ നിന്ന് കറന്റ് കടത്തിവിട്ട് പന്നിക്കെണിയൊരുക്കുന്ന വിവരം KCB അറിയിച്ചിട്ടും ഒരു നടപടിയും എടുത്തില്ലെന്നാണ് ആക്ഷേപം. ഇറച്ചിക്ക് വേണ്ടി കെണി വെക്കുന്നതാണ്, അല്ലാതെ വേറെ എന്തിനു വേണ്ടി. ഇവിടെ ഈ തോട്ടത്തേക്ക് കയറാക്കാണ്, പന്നി കയറാക്കാനാണെങ്കിൽ മൊത്തമായിട്ട് ആ തോട്ടം മൊത്തം കവർ ചെയ്തിട്ടുണ്ടേ. ഇത് ഇവിടുന്നും ഈ മലകൾ മാത്രമാണ് ലക്ഷ്യമിട്ട് ചെയ്യുന്നത്. ഇത് പന്നീന്റെ ഇറച്ചി ബിസിനസ്സായി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അവരെ തന്ത്രമാണ്, അവരാണ് ഇത് ചെയ്യുന്നത്. പ്രദേശത്ത് സമാനമായ രീതിയിൽ ഇലക്ട്രിക് ഫെൻസിംഗിൽ തട്ടി നേരത്തെ ഒരാൾ മരിച്ചിരുന്നു. വൈദ്യുതി മോഷണം തടയാൻ ഇലക്ട്രിക് ലൈൻ ഇൻസുലേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും ഇൻസുലേഷൻ പൂർണ്ണമായിട്ടില്ല. പ്രദേശങ്ങളിൽ KCB കൃത്യമായ പരിശോധന നടത്താറില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എന്നാൽ രാത്രി സമയങ്ങളിൽ കെണി സ്ഥാപിച്ച് നേരം പുലരും മുൻപ് എടുത്തുമാറ്റുന്നതാണ് നായാട്ടുകാരുടെ രീതി. അപ്പോൾ ഇതുപോലുള്ള ക്രൂരമായ കുറ്റകൃത്യം തൻ്റെ വാർഡിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടും അതിൻ്റെ തുടർച്ചയുണ്ട് എന്ന് മനസ്സിലായിട്ടും ഇപ്പോൾ 24-ലാണ് ഞാൻ കണ്ടത്. അതിൻ്റെ വേണ്ടി വരുന്ന ഇനി അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ കണ്ടു. ഈ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരും ഞാൻ കണ്ടില്ല. 24 അത് കൊണ്ടുപോയാൻ. പന്നിക്കണി സ്ഥാപിക്കുന്നത് പഞ്ചായത്തിന്റെ അറിവോടെ എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആരോപണം. അതിന്റെ തെളിവാണ് ഇപ്പോഴും നായാട്ടുകാർ കെണിയൊരുക്കാൻ മാറ്റിവെക്കുന്ന ഇരുമ്പ് കമ്പികളെന്നും 24 ദൃശ്യം ചൂണ്ടിക്കാട്ടി MV ഗോവിന്ദൻ ആരോപിച്ചു. 24 മലപ്പുറം.